അതിന് ഇടതുപക്ഷ MLA PV അൻവർ പരാജയമായിരുന്നു എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ PV അൻവർ എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഇടതുപക്ഷ MLA എന്ന് പറയുന്ന പാർട്ടാണ് അദ്ദേഹം പരാജയമായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അത് വ്യക്തമാണ് ആ കാര്യത്തിൽ. PV അൻവറിൻ്റെ UDF പ്രവേശനം സംബന്ധിച്ചുള്ള ചർച്ചകൾ സജീവമായിരിക്കുകയാണ്. മുസ്ലിം ലീഗിൻ്റെ നിലമ്പൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് ഇക്ബാൽ മുണ്ടയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത്. PV അൻവർ എന്ന ഇടതുപക്ഷ MLA പരാജയമായിരുന്നു. പിണറായിയോടുള്ള അദ്ദേഹത്തിൻ്റെ പോരാട്ടം ഒരു പശ്ചാത്താപം എന്നൊരു പോസ്റ്റാണ് ഇട്ടത്. പല രീതിയിലുള്ള ചർച്ചകൾക്ക് ഇടവരുന്നുണ്ട്. ഇക്ബാൽ മുണ്ടേ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഈ ഒരു പോസ്റ്റ്, അതായത് PV അൻവർ MLA എന്ന് പരാജയമായിരുന്നു എന്ന പോസ്റ്റ് ഏത് സാഹചര്യത്തിലാണ് ഇട്ടത്? എന്താണ് താങ്കൾ ഉദ്ദേശിച്ചത്? ഈ വരാൻ പോകുന്ന നിലമ്പൂർ നിയോജകമണ്ഡലം ഉപതെരഞ്ഞെടുപ്പിൽ നിർബന്ധമായും ചർച്ചയ്ക്ക് വരേണ്ട രാഷ്ട്രീയമായ വിഷയങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു തെരഞ്ഞെടുപ്പിന് കാരണമായ ഒരു സാഹചര്യം, അത് 99 MLA-മാരുമായിട്ട് ഭരണ തുടർച്ചയുടെ ഭാഗമായി അധികാരത്തിൽ വന്ന പിണറായി വിജയൻ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളിൽ സജീവമായി നിന്നിരുന്ന ഒരു ഇടതുപക്ഷ MLA അദ്ദേഹം ഒരു പ്രത്യേക സാഹചര്യത്തിൽ രാജിവെക്കേണ്ടി വരികയും ഇടതുപക്ഷ ഗവൺമെൻറ്റിൽ നിന്ന് പിൻവാങ്ങി അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങി വരികയും ചെയ്തു. ഈ ഒരു സന്ദർഭത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് സംജാതമാകുന്നത്. സ്വാഭാവികമായിട്ടും ഇവിടെ ചർച്ചയ്ക്ക് വരേണ്ട വിഷയം, എന്തുകൊണ്ട് ഇടതുപക്ഷത്തിനൊരു MLA രാജിവെക്കേണ്ടി വന്നു, എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷമായ രൂപത്തിലുള്ള പ്രതികരണങ്ങൾ MLAക്ക് അൻവറിന് നടത്തേണ്ടി വന്നു, ഈ വിഷയങ്ങളൊന്നും ചർച്ചയ്ക്ക് വരാതെ കേവലം ബാലിശമായ ചില നിലപാടുകൾ ആരൊക്കെയോ ഉണ്ടാക്കി തീർക്കുകയും അതിനെക്കുറിച്ചുള്ള നിരന്തരമായ ചർച്ചകൾ അനാവശ്യമായി നടത്തുകയും ചെയ്യുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ ഒരു ഭാരവാഹി എന്നുള്ള നിലക്ക്, UDFൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദപ്പെട്ട ഒരാൾ എന്നുള്ള നിലക്ക് ഈ വിഷയത്തിൻ്റെ മർമ്മത്തിലേക്ക് ചർച്ചയെ കൊണ്ടുപോകുന്ന ഉദ്ദേശത്തോടു കൂടെയാണ് ഈ ഒരു വിഷയം ഞാൻ കമൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്കറിയാം 9 വർഷക്കാലം നടത്തിയ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ അത് വലിയ കേമമായിരുന്നു എന്ന് കൊട്ടിഘോഷിക്കുന്നൊരു സമയമാണിത്. പക്ഷേ നിലമ്പൂരിനെ സംബന്ധിച്ച് നിലമ്പൂരിലെ ഒരു സാധാരണ വോട്ടർ, രാഷ്ട്രീയത്തിനപ്പുറം ചിന്തിക്കുന്ന സാധാരണ ഒരു പൗരൻ, അവർ കാണുന്നത് ഇവിടെ എന്തു വികസനമാണ് നിലമ്പൂരിൽ 9 വർഷക്കാലം കൊണ്ട് വന്നത്. MLA ആയി PV അൻവർ വരുന്ന സമയം തൊട്ട് വലിയൊരു പ്രതീക്ഷ പൊതുജനങ്ങൾക്കുണ്ടായിരുന്നു. ആ പ്രതീക്ഷകളിൽ ഒരു 80% കാര്യങ്ങളും നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു വലിയ പരാജയമായി 9 വർഷക്കാലം അവസാനിച്ചു എന്നുള്ളതാണ്. അതിന് പല കാരണങ്ങളുമുണ്ട്. PV അൻവർ MLA എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കഴിവുകേടായിട്ട് ഞങ്ങൾ അതിനെ കാണുന്നില്ല. അതേസമയം അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു, അദ്ദേഹം അതിനുവേണ്ടി പരിശ്രമിച്ചു. പക്ഷേ രാഷ്ട്രീയമായി ഇടതുപക്ഷത്തിൻ്റെ ഒരു പിന്തുണ അദ്ദേഹത്തിന് കിട്ടിയില്ല. അതുമാത്രമല്ല, അദ്ദേഹം വ്യക്തമായിട്ട് ആ കാര്യം പിന്നീട് പറയുന്നത്, അദ്ദേഹം ഇനി അത് വിശദമാക്കി പറയുകയും ചെയ്യുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അദ്ദേഹം അത് പറയേണ്ടി വരും. ഇടതുപക്ഷ CPM-നകത്തുള്ള വിഭാഗീയത, ഒരു വിഭാഗം ആളുകൾ MLA സഹായിക്കുമ്പം മറുവിഭാഗം MLA ചതിക്കുക, അവർ MLA-യുടെ വഴിമുടക്കുക, വികസനങ്ങൾ കൊണ്ടുവരാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതാക്കുക, അത്തരത്തിലുള്ള വളരെ കുൽസിതമായ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ഈ കാര്യങ്ങളൊന്നും ഇവിടെ ചർച്ചയ്ക്ക് വരുന്നില്ല. അതുകൊണ്ട് തന്നെ 9 വർഷക്കാലം എന്ന് പറയുന്ന PV അൻവർ MLA-യുടെ ജീവിതത്തിലെ 9 വർഷം, അത് നിലമ്പൂരിനെ സംബന്ധിച്ച് അതൊരു വലിയ പരാജയമായിരുന്നു. അത് ബോധ്യപ്പെട്ട അദ്ദേഹം ഈ വളരെ സുരക്ഷിതമായ അംഗബലമുള്ള ക്യാബിനറ്റിൽ നിന്ന് അല്ലെങ്കിൽ നിയമസഭയിൽ നിന്ന് ഇടതുപക്ഷത്തിൽ നിന്ന് അദ്ദേഹം ഇറങ്ങിപ്പോരേണ്ടി വന്നത് 9 കാലം നഷ്ടപ്പെടുത്തേണ്ടി വന്ന ഒരു സങ്കടകരമായ സാഹചര്യത്തിൻ്റെ പശ്ചാത്താപമാണ് എന്നാണ് ഞങ്ങൾ വിലയിരുത്തിയിട്ടുള്ളത്. അതായത് ഇടതുപക്ഷ സർക്കാരിൻ്റെ പരാജയമാണ് ചർച്ചയാവേണ്ടത് എന്നതാണ് താങ്കൾ ഉദ്ദേശിച്ചത്, അല്ലാതെ PV അൻവറിനെതിരായൊരു പോസ്റ്റ് അല്ല? തീർച്ചയായിട്ടും അല്ല. വ്യക്തിപരമായിട്ട് PV അൻവർ എന്ന് പറയുന്ന MLA കുറിച്ചല്ല എൻ്റെ പോസ്റ്റ്. ഇടതുപക്ഷ MLA, ഞാനതിൽ കമൻറ്റ് ചെയ്ത് അങ്ങനെയാണ്, ഇടതുപക്ഷ MLA പരാജയം എന്നുള്ളതാണ്. കാരണം സർക്കാരിൽ നിന്ന് കിട്ടേണ്ട അത്തരത്തിലുള്ള പരിഗണനകളോ സഹായങ്ങളോ കാര്യമായി ലഭിക്കാതെ അദ്ദേഹം പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അദ്ദേഹം ഇപ്പോൾ ഇതിനെതിരെ, പിണറായിസത്തിനെതിരെയുള്ള അതിശക്തമായ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാണ് അദ്ദേഹം സാധൂകരിക്കുന്നത്. 9 വർഷക്കാലം അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിയാതെ പോയതിൻ്റെ പശ്ചാത്താപം അദ്ദേഹം കൃത്യമായിട്ട് അതിനെ പ്രവർത്തന രംഗത്ത് അദ്ദേഹം പ്രതിഫലിപ്പിക്കുന്നുണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പോലീസിൻ്റെ അടക്കം മലപ്പുറം ജില്ലയിലുള്ള തെറ്റായ പ്രവർത്തനങ്ങൾ അദ്ദേഹം ഉന്നയിച്ച ഉൾപ്പെടെ അത്തരം കാര്യങ്ങളിലേക്ക് ചർച്ച പോകണമെന്നാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? തീർച്ചയായിട്ടും അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങൾ, അതുപോലെ വർഷങ്ങളായി UDF പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിനെതിരെ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന പ്രാദേശികമായ വികസനം ഉൾപ്പെടെയുള്ള സാമുദായികമായ പ്രശ്നങ്ങൾ, അനാവശ്യമായ സാമുദായിക ധ്രുവീകരണങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ, പോലീസിൻ്റെ അന്യായമായ ചില രംഗത്തുള്ള ഇടപെടലുകൾ, തെറ്റായ ചില പ്രവണതകൾ, ഇതൊക്കെ ഉൾപ്പെടെയുള്ള മുഴുവൻ ജനവിരുദ്ധമായ സമീപനങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയ്ക്ക് വരണം. ഇത് ഒരു നിലമ്പൂരിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് മാത്രമുള്ള തെരഞ്ഞെടുപ്പല്ല, മറിച്ച് കേരളത്തിലെ ജനങ്ങളുടെ അവരുടെ ആ ഒരു കാഴ്ചപ്പാടിൻ്റെ വിലയിരുത്തലാകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് എന്നതുകൊണ്ടാണ് അത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാവണം എന്ന് നമ്മൾ പറയുന്നത്. ഇതിൽ ഇങ്ങനെയാണ് താങ്കൾ ഉദ്ദേശിച്ചെങ്കിൽ പോലും PV അൻവർ പരാജയമായിരുന്നു എന്നുള്ളത് വരുമ്പോൾ സ്വാഭാവികത്തിൽ ഇപ്പോൾ UDF-നോട് സഹകരിച്ചാണ് PV അൻവർ നിൽക്കുന്നത്.
അതൊരു ആ അർത്ഥത്തിലൊരു തിരിച്ചടിയാവില്ല പ്രസ്താവന? ആ ഒരു ഉദ്ദേശത്തിലല്ല ഞാൻ പറഞ്ഞത് എന്ന് എൻ്റെ പോസ്റ്റ് വായിച്ചാൽ മനസ്സിലാവും. ഞാൻ ഇടതുപക്ഷ MLA PV അൻവർ പരാജയമായിരുന്നു എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ PV അൻവർ എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഇടതുപക്ഷ MLA എന്ന് പറയുന്ന പാർട്ടാണ് അദ്ദേഹം പരാജയമായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അത് വ്യക്തമാണ്. ആ കാര്യത്തിൽ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മുന്നണി പ്രവേശവുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുന്ന സാഹചര്യത്തിൽ തിരിച്ചുള്ള ഒരു വ്യാഖ്യാനം അതിന് വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ 3 വിഭാഗം ആളുകളുണ്ട്. ഒന്ന്, ഇടതുപക്ഷത്തിൻ്റെ എല്ലാ നെറികേടുകളെയും ന്യായീകരിക്കുന്ന, അതിൻ്റെ കൂടെ നിൽക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ ഒരു പറ്റം നേതാക്കന്മാരും കുറച്ച് പ്രവർത്തകരും. മറുപക്ഷത്ത് കേരളം നിലവിലുള്ള അവസ്ഥയിൽ മുന്നോട്ട് പോയാൽ വലിയ ഒരു പരാജയത്തിലേക്ക് എത്തുമെന്ന് എന്ന ബോധ്യമുള്ളതുകൊണ്ട് ഈ കേരളത്തെ തിരിച്ചു പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന UDFും അതിനോട് മാനസികമായി അടുപ്പം പുലർത്തുന്ന കുറേ ആളുകളും. മൂന്നാമത്തെ ഒരു വിഭാഗമുള്ളത് ഈ 2 ചേരിയിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കുകയും അവരുടെ ഒരു സാന്നിധ്യം കൊണ്ട് പിണറായി വിജയനെതിരെ ചെയ്യേണ്ട വോട്ടുകൾ ഭിന്നിച്ചു പോകാനിടയുള്ള ഒരു 3ാം സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇവിടെ ഞങ്ങൾ പറയുന്നത് പിണറായി വിജയൻ്റെ ഈ തെറ്റായ പ്രവണതകളും ഈ ഗവൺമെൻറ്റിൻ്റെ സമീപനങ്ങൾക്കും എതിരെയുള്ള ഒരു ജനാധിപത്യപരമായ ഒരു അവരുടെ അഭിപ്രായ പ്രകടനം എന്നുള്ള നിലക്ക് മുഴുവൻ ആളുകളും ഇതിൽ പിണറായി വിജയൻ്റെ പിണറായിസത്തിനെതിരെയുള്ള ചേരിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ച് വോട്ട് ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്നാണ് UDFന് ഈ കാര്യത്തിൽ പറയാനുള്ളത്. അവിടെ സ്വാഭാവികമായിട്ടും PV അൻവർ MLAയുടെ പിന്തുണയും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രചാരണ പരിപാടികളൊക്കെ UDFന് സ്വാഭാവികമായിട്ടും അത് വളരെ ഗുണപ്രദമാകുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. LDFുമായിട്ട് തെറ്റി നിൽക്കുന്ന സമയത്തും PV അൻവറിനെ സ്വാഗതം ചെയ്ത് പോസ്റ്റ് ഇടുകയും പിന്നീട് അത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്ത് വന്നിട്ടുണ്ട് താങ്കൾക്ക്? അതും സത്യത്തിൽ എൻ്റെ പോസ്റ്റിനെ ഞാൻ ഉദ്ദേശിച്ച സെൻസിലല്ലാതെ വന്നപ്പോൾ ഉണ്ടായ ഒരു പ്രശ്നമാണ്. ഞാൻ അന്ന് പറഞ്ഞത് PV അൻവർ ഇടതുപക്ഷ MLA നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ നയനിലപാടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റത്തിൻ്റെ ഒരു പ്രധാന ഘട്ടത്തിൽ ഞാൻ ആ പോസ്റ്റ് ഇടുന്നത്. അഥവാ ഇടതുപക്ഷത്തിലുള്ള ചില ആളുകൾക്കെതിരെ, മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള മന്ത്രിമാർക്കെതിരെ, പ്രധാനപ്പെട്ട ആളുകൾക്കെതിരെ അദ്ദേഹം യുദ്ധം പ്രഖ്യാപിക്കുകയും എന്നാൽ പിണറായി വിജയൻ തൻ്റെ പിതൃസമാനനാണ് എന്ന് പറഞ്ഞ് മഹത്വവൽക്കരിക്കുകയും ചെയ്ത പ്രസ്താവന വന്ന ദിവസം രാത്രിയാണ് ഞാൻ ഈ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിൽ പറഞ്ഞത് MLAയുടെ PV അൻവറിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അടുത്ത ഘട്ടം യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങളുടെ കാരണക്കാരൻ പിണറായി വിജയനാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്ന ഒരു സമയം വരാനുണ്ട്. ആ സമയം അത് ബോധ്യപ്പെടുമ്പോൾ വർഷങ്ങളായി UDF പറഞ്ഞുകൊണ്ടിരിക്കുന്ന പിണറായി വിജയന് വിരുദ്ധമായ ആ നിലപാടിലേക്ക് PV അൻവർ കടന്നു വരും എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഒരുമിച്ചുള്ളൊരു പോരാട്ടമാകാം ഈ രാജ്യത്തെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി എന്നാണ് പറഞ്ഞിരുന്നത്. അത് PV അൻവറിനെ സ്വാഗതം ചെയ്യുന്നു എന്ന രൂപത്തിലേക്ക് വ്യാഖ്യാനിക്കാനുണ്ടായത്. ഇപ്പോൾ എന്തായാലും താങ്കൾ മണ്ഡലം പ്രസിഡന്റ് കൂടിയാണ്. തെരഞ്ഞെടുപ്പ് സാഹചര്യത്തെ എങ്ങനെയാണ് കാണുന്നത്? ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമായ രാഷ്ട്രീയ പ്രാധാന്യമുള്ളൊരു തെരഞ്ഞെടുപ്പാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിലമ്പൂർ മണ്ഡലത്തിൻ്റെ വികസന കാര്യങ്ങൾ കാര്യമായി ചെയ്യാനൊന്നും ഒരു വർഷത്തിൽ താഴെ മാത്രം കാലയളവുള്ള ഒരു ടേമാണ് വരാൻ പോകുന്നത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ കഴിഞ്ഞ 9 വർഷക്കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെൻറ്, പ്രത്യേകിച്ച് പിണറായി വിജയൻ്റെ ഗവൺമെൻറ്, അവരുടെ സമീപനങ്ങളിലുള്ള തെറ്റായ രീതികളും ജനവിരുദ്ധമായ സമീപനങ്ങളും തിരിച്ചറിഞ്ഞ ജനങ്ങളുടെ ഒരു വികാര പ്രകടനമായി തെരഞ്ഞെടുപ്പ് മാറും നിർബന്ധമായും. അത് കേരളത്തിലെ മൊത്തം ആളുകളുടെ പിന്തുണ ഈ വിഷയത്തിൽ നിലമ്പൂരിലെ വോട്ടർമാർക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ ബഹുഭൂരിഭാഗം വരുന്ന വോട്ടർമാർ ഈ മണ്ഡലത്തിൻ്റെ വികസന മുരടിപ്പിനെതിരെ എന്നതുപോലെ തന്നെ രാജ്യത്തെ, നമ്മുടെ സംസ്ഥാനത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ്റെ ജനവിരുദ്ധമായ നിലപാടുകൾക്കെതിരെയുള്ള ഒരു വിധിയെഴുത്തു കൂടെയാകും. വലിയ ഒരു ഭൂരിപക്ഷത്തിന് UDFൻ്റെ സ്ഥാനാർത്ഥിയോടെ ജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഞങ്ങൾക്കാർക്കുമില്ല. PV അൻവർ UDF പ്രവേശനം സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. PV അൻവർ പ്രവേശനം വേണമെന്ന് പറയുന്നുണ്ട്. അതേസമയം കോൺഗ്രസും UDF ആ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുമില്ല. ഏതെങ്കിലും ഒരു അനിശ്ചിതത്വം ഉണ്ടാവും, PV അൻവറിന് പിന്തുണ നഷ്ടപ്പെടുമെന്ന് കരുതുന്നുണ്ടോ? ഈ ഒരു വിഷയത്തിൽ ഒരു നയപരമായൊരു നിലപാട് പ്രഖ്യാപിക്കാൻ തക്ക രൂപത്തിലുള്ള പോസ്റ്റുള്ള ആളല്ലല്ലോ. നമുക്ക് സാധാ പ്രവർത്തകരാണ്. PV അൻവറിൻ്റെ പിന്തുണ UDFന് നിർബന്ധമായിട്ടുണ്ടാവണം. അത് UDFിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു പിന്തുണയാണോ അല്ലാത്ത വിധത്തിലുള്ള പിന്തുണയാണോ എന്നുള്ളത് തീരുമാനിക്കേണ്ട നേതൃത്വമാണ്. അത് കൃത്യമായി കോൺഗ്രസും അതുപോലെ തന്നെ UDF നേതൃത്വവും ചർച്ച ചെയ്ത്, മുസ്ലിം ലീഗ് ഉൾപ്പെടെ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും ആ വിഷയത്തിൽ. UDFന് ധാർമ്മികമായ, മാനസികമായ, ജനാധിപത്യപരമായൊരു പിന്തുണ PV അൻവറിൻ്റെ പക്ഷത്തു നിന്ന് ഉണ്ടാകുമെന്നാണ് പൂർണ്ണമായി ഞങ്ങൾ വിശ്വസിക്കുന്നത്. എന്തായാലും PV അൻവറിനെതിരായ വ്യക്തിപരമായ വിമർശനമല്ല, പകരം ചർച്ചയാകേണ്ടത് പിണറായി സർക്കാരിൻ്റെ പരാജയങ്ങളാണ് എന്നാണ് താൻ ആ പോസ്റ്റർ ഉദ്ദേശിച്ചെന്ന് വിശദീകരിക്കുകയാണ് ഇക്ബാൽ മുണ്ടേരി. സഞ്ജു പറ്റമലിനൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1, നിലമ്പൂർ.